بسم الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. വേദിയിലും ഈ മഹാസദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയങ്കരായ എളൈറ്റിൽ വട്ടോളിയിലെ കടകളിൽ കച്ചവടത്തിന്റെ തിരക്കിനിടയിലും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, അഭ്യുദയകാംക്ഷികളായിട്ടുള്ള സഹൃദയരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, കാലം അതിന്റെ അനുസ്യൂതമായ പ്രവാഹത്തിനിടയിൽ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തെയും വിധിയെയും മുൻനിർത്തിക്കൊണ്ട് അതതിന്റെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മളറിയാതെ നമുക്കൊരു ജീവിതം നൽകിയ പരമകാരുണ്യകനായ അളവറ്റ ദയാപരനായ പടച്ചതമ്പുരാൻ, അവന്റെ വിധിപ്രകാരം ഈ മണ്ണിൽ നിന്ന് ഏത് നിമിഷവും മരിച്ചു പിരിയേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് അഗാധമായി വിശ്വസിക്കേണ്ടവരാണ് അവർ.
വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ 8, 9, 10 വചനങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ. വമാ ഹും ബിമുഅ്മിനീൻ, യഥാർത്ഥത്തിൽ അവർ മുഅ്മിനുകളല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. സൂറത്ത് ബഖറ 2-ാം അധ്യായം 10-ാമത്തെ വചനം. വമിനൻ നാസി, മനുഷ്യർക്കിടയിലുണ്ട് ചില ആളുകൾ, മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അന്ത്യദിനത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. പക്ഷേ വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല. ആ കൂട്ടത്തിൽ ഏതായിരുന്നാലും നമ്മളാരും പെട്ടുപോകാൻ പാടില്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തെ നീക്കുപോക്കില്ലാതെ അല്ലാഹു വിചാരണ ചെയ്യുമെങ്കിൽ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും നന്മകളെയും തിന്മകളെയും ധർമാധർമ്മങ്ങളെയും ഒക്കെ മാറ്റുരച്ച് തൂക്കി നോക്കി ന്യായാന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ വിചാരണ ചെയ്യുന്ന ഒരു ലോകമാണ് പരലോകമെങ്കിൽ, ആ പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ വിശ്വാസങ്ങളുണ്ട്. ആചാരങ്ങളും കർമ്മങ്ങളും സ്നേഹപ്രകടനങ്ങളും ബർക്കത്തെടുക്കലുകളും എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ താല്പര്യങ്ങളുടെയും നമ്മുടെ ഇച്ഛകളുടെയും അടിസ്ഥാനത്തിലുള്ള ജീവിതത്തിന് സ്വർഗം കിട്ടുമോ? നമുക്ക് നല്ലതല്ലേ, ശരിയല്ലേ? എന്താ ബാധിക്കറിനൊരു കുഴപ്പം? എന്താ ഇപ്പോ ആ സലാത്തിനൊരു കുഴപ്പം? എന്താണ് ആ തോരണങ്ങൾക്കൊരു കുഴപ്പം? എന്താണ് ആ പ്രകടനങ്ങൾക്കൊരു കുഴപ്പം? എന്താണ് ആ മുടിയിട്ട വെള്ളത്തിനൊരു കുഴപ്പം എന്നൊക്കെ നമുക്ക് തോന്നുന്നത് പോലെയാണ് മതമെങ്കിൽ പിന്നെ അള്ളാഹു പ്രവാചകന്മാരയക്കേണ്ടതില്ല. ഒരൊറ്റ കാര്യം, ഞാൻ എന്റെ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് പ്രൗഢമായ ഒരാമുഖം കുറിക്കുമ്പോൾ, വിശിഷ്യ എളൈറ്റിൽ വട്ടൂളി എന്ന് പറയുന്ന മുസ്ലിം സംഘടനകളിലെ എല്ലാ സംഘടനകളും അവരുടേതായ പ്രബോധന സംരംഭങ്ങളിൽ സജീവമായി പങ്കുകൊള്ളുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ അവകാശവാദങ്ങൾക്കപ്പുറത്ത് മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിഅ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം സൂറത്തുർ റൂം 32-ാമത്തെ വചനം. കക്ഷികളായി പിരിഞ്ഞുപോയ ആളുകൾ, കക്ഷികളായി ഭിന്നകക്ഷികളായി പിരിഞ്ഞുപോയ ആളുകൾ, അല്ലാഹുവിന്റെ ദീനിൽ ഭിന്നിപ്പുണ്ടാക്കിയ ആളുകൾ, കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, അവരവരുടെ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഹിസ്ബിയത്തുള്ളവരാണ്, ഇത് തന്നെയാണ് വിജയിച്ചത് എന്നവർ സ്വയം കരുതുന്നു എന്ന് അല്ലാഹു പറയുന്നു. ഞങ്ങൾ എന്നെ ശരിയുടെ ആളുകൾ, അങ്ങനെ ഒക്കെ ഒരുത്തന് കരുതാൻ അവകാശമുള്ളൊരു മണ്ണിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഹുബ്ബുർ റസൂൽ, ഹുബ്ബുർ റസൂൽ ഇതാണ് നമ്മുടെ വിഷയം. അതിന് മുമ്പായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ അത്? യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ മനസ്സുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്താകട്ടെ സന്താനങ്ങളാകട്ടെ ഉപകരിക്കാത്ത ഒരു ലോകം വരാനുണ്ട്. ഓർമ്മ വേണം അത്. യുവാക്കളെ, ഈ ഒരു ബോധമുണ്ടാകണം. യുവതികളെ, ഈ ഒരു ബോധമുണ്ടാകണം. 70, 60, 55, 45 ഒക്കെ പ്രായമേറിയവരെ ഓർക്കണം, ഒരു മരണമുണ്ട് എന്ന വസ്തുത. മരിച്ചാലോ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ മനസ്സുമായി ആരല്ലാഹുവിനെ കണ്ടുമുട്ടുന്നുവോ അവർക്കാ രക്ഷ. ഈ ഒരു ബോധം ഉണ്ടാവണം, മനസ്സ് നന്നാവണം. അതിനെ
ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തോന്നിയതുപോലെ ജീവിച്ച് മരിച്ച അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടില്ല. എനിക്ക് എന്റെ റസൂലിനോട് ഇഷ്ടമായിരുന്നു. നിസ്കരിച്ചോ? ഇല്ല. നോമ്പ് വെച്ചോ? ഇല്ല. കാരണം ഞങ്ങളെ വലിയൊരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, നിസ്കരിച്ചിട്ടില്ലെങ്കിലും നോമ്പ് നോച്ചിട്ടില്ലെങ്കിലും നബീനോട് പിരിശം വെച്ചാൽ സ്വർഗം കിട്ടും. എനിക്ക് ആ പിരിശുണ്ടായിരുന്നു. സ്വർഗത്തിലെത്തുവോ? എത്തുവോ? ഇല്ല. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഒടുവിലത്തെ വചനം അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ എന്റെ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നത്. എന്താ അത്? വിശുദ്ധ ഖുർആൻ അവസാനമായി ലോകത്ത് വഹിയായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു വചനം, വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ വചനം, സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 281-ാമത്തെ വചനം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ഓർക്കണം, അടിവരയിടണം. ജീവിതം തമാശയല്ലോ, ജീവിതം തമാശയല്ല. ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദന ലഹുർ റഹ്മാൻ വഖാല സവാബാ. 78-ാം അധ്യായം 30 മുതലുള്ള വചന. അല്ലാഹ് വല്ലാത്ത വാക്ക്, മിണ്ടൂല, പരലോകത്തും ഉണ്ടാകയില്ല. താജുലമയെന്നൊന്നും പറഞ്ഞാൽ രക്ഷപ്പെടില്ല. അവിടെ സംശുലമയെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടില്ല. ഞാൻ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ രക്ഷപ്പെടില്ല. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദന ലഹുർ റഹ്മാൻ. പരമകാരുണ്യൻ അനുവാദം കിട്ടണം, സത്യം പറയണം, എങ്കിൽ അവിടെ അനുവാദം ഉണ്ടാവും. അല്ലാത്തൊന്നും മിണ്ടൂല. അങ്ങനത്തെ ഒരു പരലോകം. ആ പരലോകം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങളെ കർമ്മങ്ങളൊക്കെ തൂക്കി കണക്കാക്കുന്ന ഒരു ദിവസം. അന്ന് രക്ഷപ്പെടണോ? അന്ന് വിജയിക്കണോ? അതിനാവശ്യമായ വിശ്വാസം എന്താ? അതുണ്ടാവണം, അല്ലേ? വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയണം. അപ്പൊ പരലോകത്തേക്ക് മടങ്ങിപ്പോവും. അള്ളാന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും, നന്മ ചെയ്താൽ രക്ഷ കിട്ടും, വിശ്വാസം ശരിയായ സ്വർഗം കിട്ടും, അധർമ്മങ്ങൾ കുമിഞ്ഞുകൂടിയാലോ നരകാവകാശിയായി പോവും. അതുകൊണ്ട് എന്ത് വിശ്വസിക്കണം? എന്താ വിശ്വസിക്കേണ്ടത്? ആരാ അത് പറയാ? ഇന്നതൊക്കെ വിശ്വസിച്ചോളി. ഉസ്താദ് പറഞ്ഞു, മൗലവി പറഞ്ഞു, മൊല്ല പറഞ്ഞു, പ്രസിഡന്റ് പറഞ്ഞു. ഏതാ സ്വീകരിക്കേണ്ടത്? അങ്ങനെ സ്വീകരിച്ചാൽ പരലോകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഉണ്ട് എന്നാണ് അള്ളാഹ് പറയുന്നത്. എവിടെ? സൂറത്ത് അഹ്സാബ് 33-ാം അധ്യായം 66, 67, 68 വചനങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ആ വചനങ്ങളിൽ കാണാം. എന്ത്? ശ്രദ്ധിച്ചു നോക്ക്. എന്താ പ്രശ്നം? തോന്നിയ പോലെ ജീവിച്ച നേതാക്കന്മാര് പറയണേ, തൊണ്ട തൊടാതെ വിഴുങ്ങിയ എന്താ ഉണ്ടാവുക പരലോകത്ത്? ആലോചിച്ചിട്ടുണ്ടോ? പണ്ഡിതനാ, നേതാവാ, ഉസ്താദാ, ഞങ്ങളെ സീനിയറാ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം അള്ളാഹ് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ അറിയോ? യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹ് വഅതാനർ റസൂലാ. നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ഒരു ദിവസം. എങ്ങനെ? നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ഒരു ദിവസം. അന്ന് അവര് പറയുന്ന, ഞങ്ങൾ അള്ളാഹിനെ അനുസരിച്ചിരുന്നെങ്കിൽ, കണ്ടോ, ഉസ്താദിനെ അനുസരിച്ചിരുന്നെങ്കിൽ അല്ല, റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ നരകത്ത് പോകുമായിരുന്നില്ല. എങ്ങനെ? അള്ളാഹിനെ അനുസരിച്ചിരുന്നെങ്കിൽ, റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ. അടുത്ത വാചകം എന്താ അറിയോ? അടുത്ത വാചകം യഖൂലന, അവര് പറയും. എന്താ? പടച്ചോനെ, അതാനല്ലാഹ്. അവര് പറയാ അവിടെ, സാദത്തനാ വ കുബറാഅനാ ഫഅളല്ലുന സബീല. പടച്ചോനെ, സാദാത്യങ്ങളെ, ഹോജാക്കളെ, ശൈഖന്മാരെ, നേതാക്കന്മാരെ, ഉസ്താദുമാരെ തൊണ്ട തൊടാതെ വിഴുങ്ങി. പഠിച്ചില്ല ഉസ്താദെ, ആയത്തിലുണ്ടോന്ന് ചോദിച്ചില്ല, ഹദീസിലുണ്ടോന്ന് ചോദിച്ചില്ല, ഖുർആൻ പറഞ്ഞതാണോന്ന് ചോദിച്ചില്ല, റസൂല് പഠിപ്പിച്ചാണോ ചോദിച്ചില്ല. ഉസ്താദ് പറഞ്ഞ ഒക്കെ ശരി എന്ന് വിശ്വസിച്ചു. പരലോകത്ത് ഒരു വിഭാഗം ആളുകൾ വരും, അള്ളാഹ് പറയാ. എന്നിട്ട് അവര് കൈകടിക്കും. കൈകടിച്ചിട്ട് അവര് പറയുന്നത്, ഞങ്ങളെ പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും ഉസ്താദിനെയും തൊണ്ട തൊടാതെ വിഴുങ്ങിയത് കൊണ്ട് ഞങ്ങൾ നരകത്തു പോയല്ലോ. ഇതെന്തിനാ അള്ളാഹ് ഇപ്പൊ പറഞ്ഞെന്ന്? അപ്പ കൈകടിക്കാതിരിക്കാൻ. അപ്പൊ കുറച്ചൊന്നും ആലോചിക്കേണ്ടതുണ്ട്, അല്ലേ? ഈ പ്രസംഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഇത് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള വാദമല്ല. ഇത് വൈയക്തികമായ
കൗടംബികമായ, പ്രാസ്ഥാനികമായ, പ്രാദേശികമായ, വൈകാരികമായ യാതൊരു താല്പര്യവും ഇവിടെ ഇല്ല. അത് ഈ പ്രസംഗത്തെ വേറെ പ്രസംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കും. പിന്നെയോ ഇതിനെ തികച്ചും വ്യത്യസ്തമാക്കുന്ന മറ്റൊന്നുണ്ട്. അതെന്താ? അതാണ് ഞാൻ പറയുന്നത്. പുതിയതായി ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. അത് ഞാൻ ലംഘിച്ചാൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എന്താ അത്? പുതിയതായി ഒന്നും ഞങ്ങളോട് പറയില്ല. റസൂല് വഫാത്താകുന്ന ആ നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം വരെ റസൂല് പഠിപ്പിച്ചു എന്ന് ഉറപ്പുള്ള ഒരു ദീനുണ്ടല്ലോ, അതിനിങ്ങോട്ട് റസൂല് വഫാത്തായി എന്ന് ഉറപ്പായല്ലോ, ആ നിമിഷം മുതൽ ഇങ്ങോട്ടുള്ള ഒരു കാര്യം ഒരു വാചകവും ഇല്ല ഇല്ല. പറയണോന്ന് സംഘാടകർ പറഞ്ഞാലോ പറയില്ല. പിന്നെ എന്തേ പറയുള്ളൂ? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുൽ ഇസ്ലാമ ദീന. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. വല്ലാത്തൊരു വചനം. ഈ ആയത്ത് എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങളിൽ എല്ലാ സംഘടനകളും ഗൗരവമായി ആലോചിക്കേണ്ട ഒന്നാണ്. മുജാഹിദുകൾ ഇത് ഗൗരവമായി പരിഗണിച്ചിട്ടുണ്ട്. അയാൾ നെടീശ്വരും. ഈ ആയത്തിനെ ഇവിടുത്തെ മുസ്ലിം സംഘടനകളിൽ മുജാഹിദുകളല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ ഒരു അവഗണിച്ചു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അവഗണിച്ചു എന്ന് ഞങ്ങൾ വെറുതെ പറയല്ല, ഞങ്ങൾ നിങ്ങൾക്ക് തെളിവ് സഹിതം പറഞ്ഞുതരും. നമ്മൾ ഹുബ്ബുർ റസൂൽ അവതരിപ്പിക്കാൻ എന്ത് പ്രമാണത്തെയാണ് മുജാഹിദ് പ്രസ്ഥാനം അവലംബിക്കുന്നത്? ഹുബ്ബുർ റസൂൽ എന്ന വിഷയത്തിൽ മുജാഹിദുകൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ എന്റെ കയ്യിൽ രേഖയുണ്ട്. നബീനെ സ്നേഹിക്കരുത് എന്ന് പറയുന്നവരൊക്കെ പഠിച്ചവരാണ് എന്ന് പറയും. നബീനെ സ്നേഹിക്കരുത് എന്ന് ഏതെങ്കിലും ഒരു മുജാഹിദ് പറഞ്ഞതായി എന്റെ ഈ 38 വയസ്സിനിടയിൽ എനിക്ക് ഓർമ്മയില്ല. റസൂലിനെ സ്നേഹിക്കുന്ന പോലെ വേറൊരാളെയും സ്നേഹിക്കരുത് എന്നാണ് ഞങ്ങളെ വാദം. നിങ്ങളെ വാദോ റസൂലിന്റെ ഒരു വാചകം ഒരു ഭാഗത്ത് കണ്ട് അത് സ്വീകരിക്കരുത്, ബാപ്പ ചെയ്തോ. എന്നിട്ടും നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ നബീനെ സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് പരിശോധിക്കാം. അതിന് ആദ്യമായി നമ്മൾ ചില പ്രമാണങ്ങൾ അവലംബിക്കുകയാണ്. മുജാഹിദുകളെ പ്രമാണം പറഞ്ഞാല് ദുർവ്യാഖ്യാനാണ് എന്നാണ് കേരളത്തിലെ പല മുസ്ലിം സംഘടനകളും പറയുന്നത്. ഞങ്ങള് പറഞ്ഞാല് അത് ദുർവ്യാഖ്യാനാണ്. ദുർവ്യാഖ്യാനൊന്നുമില്ല. നിങ്ങളെ ഉസ്താദുമാര് പറഞ്ഞ് നിങ്ങൾ കേൾക്കുവോ? അതെങ്കിലും നിങ്ങൾ കേൾക്കുവോ? നിങ്ങൾ കേൾക്കുന്നില്ല എന്ന് ഞാൻ പിന്നീട് തെളിയിച്ചു തരും. പക്ഷേ വളരെ മൗലികമായി നമ്മളിവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. അതെന്താന്ന് ചോദിച്ചാല് ദീനുൽ ഇസ്ലാം അത് എന്ന് പൂർത്തിയായി? അത് പൂർത്തിയായത് ഈ ദീനുൽ ഇസ്ലാം എന്നെ പൂർത്തിയാകാതെ, അതായത് ദീനുൽ ഇസ്ലാം ഇനിയും കുറച്ച് ആളുകളോട് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? 10 കൊല്ലം മുമ്പ് ദീനിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കി. മലപ്പുറത്ത് ഒരു പുതിയ സലാത്ത്. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച AP സുന്നിക്ക് പരിചയമല്ല, EK സുന്നിക്ക് പരിചയമല്ല, കേരളത്തിൽ ആർക്കും പരിചയമല്ല. ഉണ്ടോ? ഇല്ല. 10 കൊല്ലം മുമ്പ് ഒരു ഷെഹറെ മുബാറക് മസ്ജിദിന് തറക്കല്ലുണ്ടോ? ഇല്ല. ഇതെല്ലാം എന്താണ്? ഇതൊക്കെ പുതിയതാണ്. ഏത് പുതിയത്, ഏത് പഴയത്, ഏത് ദീന്, ഏത് ദീനല്ല എങ്ങനെ മനസ്സിലാവും? ഞാൻ ഇത് കണ്ടോ? ഇത് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം KB മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട്. ഇത് ഈ പ്രസംഗത്തിന് രണ്ടാമതൊരു പ്രത്യേകത, മുജാഹിദുകളുടെ ഒരു കൃതിയിൽ നിന്നും ഒരു വാചകവും ഉദ്ധരിക്കില്ല. ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്ന മുഴുവനും AP EK സുന്നികളിൽ നിന്ന്, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന്, തബ്ലീഗിൽ നിന്ന്, അതുപോലെ പാളയം ഇമാമുകളിൽ നിന്ന്, ഇങ്ങനെ മുജാഹിദ് അല്ലാത്തവരുടെ തെളിവുദ്ധരിച്ചുകൊണ്ട് മുജാഹിദുകൾ പറയുന്നതാണ് ശരി എന്ന് സ്ഥാപിക്കാൻ. എങ്ങനെ? സുന്നികൾ പോലും ഞങ്ങൾ പറയുന്നതാണ് പറയുന്നത്. ഞങ്ങൾ സുന്നികളിൽ നിന്ന് തെളിവുദ്ധരിക്കുന്നു. എന്തിന്? ഞങ്ങൾ എന്തു പറയുന്നുവോ അത് സ്വീകരിക്കാൻ. അതിന് KB മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് ഇന്നും സുന്നികളുടെ പരിഭാഷകളിൽ വിൽക്കുകയും പൈസ വാങ്ങുകയും പള്ളികളിൽ കൊണ്ടുപോയി വെക്കുകയും ആധികാരികമായി സൂക്ഷിക്കുകയും ചെയ്യുന്ന KB മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാടിന്റെ മായിദ, ആ മായിദയിൽ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. എന്താ അത്? കേൾക്കണം. ഇതെങ്കിലും നിങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ വിട്ടോ 921 ശേഷം വന്നോന്നോ 56 ശേഷം വന്നോന്നോ ഒക്കെ നിങ്ങൾ പറഞ്ഞോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ ഉസ്താദുമാർ എഴുതിയതെങ്കിലും അനുസരിക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടാവണ്ടേ? വേണ്ടേ? ഒന്ന് കേട്ടെ. അൽ യൗമ. എന്താണ് അൽ യൗമ? ഇന്നേ ദിവസം. ഏതാണ് ഇന്നേ? അൽ യൗമ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ഡേ, ഒരു പ്രത്യേക ദിവസം. അതേതാ?
അത് മനസ്സിലാക്കുക എങ്ങനെ? ഈ ആയത്ത് ഇറങ്ങിയത് ഒരു പെർട്ടിക്കുലർ ഡേ ആണ് എന്ന് ആര് മനസ്സിലാക്കൂ? ഈ ആയത്ത് മനസ്സിലാക്കി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ് അത് ദുൽഹജ്ജ് 9 ആണ്. ഇത് ആരോടാ പറഞ്ഞത്? ഒരു ജൂതനോട്. ജൂതൻ പറയാട്ടോ, അത് കേട്ടോളിട്ടോ, വലിയൊരു പോയിന്റാ. ഒരു ജൂതൻ വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിങ്ങൾ വല്ലാത്ത മനുഷ്യന്മാരാ, നിങ്ങളൊരു കാര്യം ഞങ്ങൾ ആയോക്കണ്ടിയിരുന്നു. അൽയൗമ അക്മൽതു ലക്കും എന്നുള്ള ആയത്തിറങ്ങിയ അന്ന് ഞങ്ങൾ കൊടിയും തോരണവും ഒക്കെ വെച്ച് വലിയൊരു ആഘോഷം ഞങ്ങൾ ആക്കുമായിരുന്നു. ദീന് പൂർത്തിയായി എന്ന് പറഞ്ഞ ദിവസം ഉണ്ടല്ലോ, ആ ദിവസം ഞങ്ങൾ ഒരു വലിയ ആഘോഷാക്കി ഒരു ഉത്സവാക്കി ഞങ്ങൾ മാറ്റിയായിരുന്നു എന്ന്. ജൂതന്മാരെ സംഭവാട്ടോ എന്തു ഉത്സവാക്കി മാറ്റൽ ജൂത പാരമ്പര്യമാണ്. അത് ഞാൻ തെളിയിച്ചു തരും നിങ്ങൾക്ക്, തെളിവ് സഹിതം. എന്റെ അടുത്ത് നിന്നല്ല, ഞാൻ മുജാഹിദുകളല്ലാത്ത മറ്റ് പ്രസ്ഥാനങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞ രേഖയിൽ. ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹത്തോട് ജൂതൻ ചോദിച്ചു, എന്ത് അല്ല ദീന് പൂർത്തിയായി നല്ല പ്രഖ്യാപിച്ചിട്ട് ഞങ്ങളാണെങ്കിൽ അതൊരു വലിയ ഉത്സവമായിരുന്നു. എല്ലാ വർഷവും ദീനിന്റെ പൂർത്തീകരണ ദിവസം ദുൽഹജ്ജ് 9 ഒരു മഹാ ആഘോഷമാക്കി ഞങ്ങൾ മാറ്റിയായിരുന്നു എന്ന്. ആര്? ജൂതൻ പറയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ദിവസം അതൊരു വെള്ളിയാഴ്ചയായിരുന്നു, ദുൽഹജ്ജ് 9 ആയിരുന്നു. അന്ന് ഞങ്ങൾ അറഫയിലായിരുന്നു, ഞങ്ങൾക്കത് ഹജ്ജിന്റെ ഭാഗമായിരുന്നു, ഞങ്ങൾ ഹജ്ജ് എന്ന മഹനീയമായ ഒരു ആരാധനയിലായിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ പോയിന്റ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ അൽ യൗമ എന്നത് ഒരു പർട്ടിക്കുലർ ഡേ, ഒരു പ്രത്യേക ദിവസം, അത് ദുൽഹജ്ജ് 9 ആണ്. അന്ന് ദീന് പൂർത്തിയായി എന്ന് മുജാഹിദ് അല്ല പറയുന്നത്, ജമാഅത്ത് അല്ല പറയുന്നത്. പിന്നെയോ ഇവിടെ അല്ല പറയാണ് അൽ യൗമ, ഇന്നേ ദിവസം നബിയെ ദീന് പൂർത്തിയാക്കിയിരിക്കുന്നു. മാത്രമല്ല ഈ ആയത്ത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഞാൻ ഇതിൽ നിന്ന് വായിച്ചു തരാം, സുന്നി പരിഭാഷയിൽ. നിങ്ങൾക്ക് ഞാൻ ഇന്നേ ദിവസം നിങ്ങളുടെ മതം പൂർണ്ണമാക്കി തരികയും എന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചു തരികയും. എന്താ ഇവിടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ? പ്രവാചകത്വം കൊണ്ടും ഖുർആൻ കൊണ്ടുമുള്ള അനുഗ്രഹം. അതിവിടെ പൂർത്തിയായി. ഹിദായത്ത് വിശദീകരിക്കുന്ന ഖുർആൻ ഇവിടെ പൂർണ്ണമാകുന്നു, ഇസ്ലാം ഇവിടെ പൂർണ്ണമാകുന്നു. മുഹമ്മദ് നബി എന്ന പ്രവാചകത്വ പരിസമാപ്തി കുറിക്കുകയാണ്. ഇനി ഒരു നബി വരാനില്ല. അങ്ങനെയുള്ള അനുഗ്രഹം പൂർണ്ണമായി. ഇവിടെ അള്ളാഹ് പ്രയോഗിച്ച പ്രയോഗം എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇന്ന് പൂർത്തിയാക്കി, എന്റെ അനുഗ്രഹം പൂർത്തിയാക്കി. ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവല്ല, ദീനാകുന്ന അനുഗ്രഹം. ഇവിടെ അള്ളാഹ് അതാ ഉദ്ദേശിച്ചത്. അല്ലാതെ നബി വിമാനത്തിൽ പോയിട്ടില്ലല്ലോ, ഇല്ല. ഹെലികോപ്റ്ററിൽ പോയിട്ടുണ്ടോ? ഇല്ല. മുങ്ങിക്കപ്പലിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ അനുഗ്രഹ, സഹാബികൾക്ക് കിട്ടാത്ത അനുഗ്രഹം അല്ലേ? മൊബൈൽ അനുഗ്രഹവുമാണ് അല്ലെ? അത് അനുഗ്രഹമാണ്, അത് പരീക്ഷണമാണ്, ഷർറാണ് അല്ലെ? ഇങ്ങനെയുള്ള ആധുനിക അനുഗ്രഹങ്ങളൊക്കെ അല്ലെ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ അനുഗ്രഹം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഖുർആൻ ഒരു വ്യാഖ്യാനം, 2 പ്രവാചകൻ, 3 ദീനുൽ ഇസ്ലാം. ഇതെല്ലാം ഇവിടെ പൂർണ്ണമാവുകയാണ്. അള്ളാഹ് പറയാണെന്ത്? ഞാൻ നിങ്ങൾക്ക് മതം എന്ന നിലയിൽ എന്തൊക്കെ ആചരിക്കണം അതിവിടെ പൂർത്തിയാക്കി തരികയാണ്. എന്തൊക്കെ വിശ്വസിക്കണം അതിവിടെ പൂർത്തിയാക്കാൻ. ആ ഡ്യൂട്ടി നിങ്ങൾ ആരെയും ഏൽപ്പിക്കുന്നില്ല, അടിവരയിടണം. ആ ഡ്യൂട്ടി ഒരു മണ്ഡലം പ്രസിഡന്റിനെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു ഖമറുൽ ഉലമയെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു താജുൽ ഉലമയെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു ശൈഖുൽ ഇസ്ലാമിനെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു ഇബ്നു തൈമിയെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു ഇബ്നു ഖയ്യിം ജൗസിയെ ഏൽപ്പിച്ചിട്ടില്ല, ഇല്ല. ഒരു മുഹമ്മദ് അബ്ദുൽ വഹാബിനെ ഏൽപ്പിച്ചിട്ടില്ല, കെ മൗലവിനെ ഏൽപ്പിച്ചിട്ടില്ല, മൗദൂദിനെ ഏൽപ്പിച്ചിട്ടില്ല, ആരെയും ഏൽപ്പിച്ചിട്ടില്ല, മുഹമ്മദ് നബിയെ പോലും ഏൽപ്പിച്ചിട്ടില്ല. ഇല്ല, ദാറ്റ്സ് ഓൾ. അതാണ് ഏൽപ്പിച്ചിട്ടില്ല, അത് അള്ളാഹ് ഏറ്റെടുത്തു. ആ അള്ളാഹ് പറയാണെന്ത്? ഈ പർട്ടിക്കുലർ ഡേ, ഈ ദുൽഹജ്ജ് 9 നിങ്ങളുടെ ദീനിത ഇവിടെ പൂർണ്ണമാവുകയാണ്, എന്റെ അനുഗ്രഹം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി എന്തെങ്കിലും ഒന്ന്, ഒരു ചെറിയ കാര്യം മതമായി ഇനി പഠിപ്പിക്കേണ്ടതില്ല, വിശദീകരിക്കേണ്ടതില്ല, പറയേണ്ടതില്ല. കേട്ടോളൂ, തീർന്നില്ല. KB മുഹമ്മദ് മുസ്ലിയാരുടെ പരിഭാഷ എന്നാട്ടോ വായിച്ചത്, മുജാഹിദുകളുടെ പരിഭാഷ എന്നല്ല, ഓർക്കണം, മറക്കരുത്. തീർന്നില്ല. ഇനി ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു തരികയും ചെയ്തു. ഇപ്പൊ നിലവിൽ ഞാൻ പൂർത്തീകരിച്ച മതം ഉണ്ടല്ലോ, അതന്നെ ഞാൻ തൃപ്തിപ്പെട്ടു.
തൃപ്തിപ്പെട്ട്. ശ്രദ്ധിച്ചോ, അടിവരയിട്ടോ, പരലോകം നഷ്ടപ്പെടുത്തരുത്. EKAP സുന്നിയാണെന്ന് പറഞ്ഞ പടച്ചോനങ്ങ് ആക്കാനെ പടച്ചോൻ നാട് ഭരിക്കുന്ന ഭരണാധികാരിയൊന്നല്ല കേട്ടോ. പൈസ എടുത്ത് തള്ളിക്കൊടുത്താ അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിക്കാൻ. അതുകൊണ്ട് കുറച്ച് ഗൗരവമായി തന്നെയാണ് പറയുന്നത്, വളരെ ഗൗരവമായി. ഇതിൽ തമാശ പറയാൻ വന്നതല്ല ഞാൻ, ദീന് തമാശയല്ല. ഞാൻ അറിഞ്ഞിരുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ കരയുകയും കുറച്ച് ചിരിക്കുകയും ചെയ്യുന്നു. റസൂല് കള്ളം പറയില്ല. അതുകൊണ്ട് അതിനെ തമാശയായി കാണാൻ മുജാഹിദുകൾക്ക് കഴിയില്ല. അതുകൊണ്ട് ചിരിക്കാൻ ഇവിടെ ഒന്നും നിങ്ങളോട് പറയണില്ല, കരയാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആവശ്യമുണ്ടോ പരലോകോ നാട് കരഞ്ഞാളാ കേട്ടോ. ഇനി ഇവിടെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇതിനെ. അപ്പൊ അല്ല പറയണെന്ത്, ഇന്ന് വിശ്വാസമായതെന്തോ, ഇന്ന് തൗഹീദ് എന്ന് ഞാൻ പഠിപ്പിച്ചതെന്തോ അത് ഞാൻ തൃപ്തിപ്പെട്ടതാ. ഇന്ന് ഞാൻ എന്തൊക്കെ ശിർക്ക് എന്ന് പറഞ്ഞോ അതൊക്കെ ശിർക്കാണ്. ഇന്ന് ഞാൻ എന്തൊക്കെ ഹലാലാക്കിയോ അതൊക്കെ ഹലാലാണ്. ഇന്ന് ഞാൻ എന്തൊക്കെ നിങ്ങൾക്ക് ഹറാമാക്കിയോ അതൊക്കെ ഹറാമാണ്. വഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ എന്ന് നിങ്ങൾ പറയണ്ട. അതിന് നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. മതം ഉണ്ടാക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. അം ലഹും ശുറകാ ശറഊ ലഹും മിനദ്ദീൻ. അതെ, അല്ല മതമായി നിശ്ചയിക്കാത്ത ഒന്നിനെ മതമായി നിശ്ചയിക്കാൻ ആർക്കെങ്കിലും വല്ല ഡ്യൂട്ടിയും അല്ല കൊടുത്തിട്ടുണ്ടോ? അല്ല ആർക്കും കൊടുത്തിട്ടില്ല. 42-ാം അധ്യായം 21-ാമത്തെ വചനം. ഇന്നത് മതമാണ്, ഇന്ന ദിക്ർ മതമാണ്, ഇന്ന സ്വലാത്ത് മതമാണ്, ഇന്ന നബിദിനം മതമാണ്, അതിൽ ഇന്നത് മതമാണ് എന്ന് പറയാൻ അള്ളാഹു ഒരാൾക്കും അവകാശം കൊടുത്തിട്ടില്ല. ഇനി KV മുഹമ്മദ് മുസ്ലിയാർ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്ന വ്യാഖ്യാനക്കുറിപ്പ് 2-ാം വോള്യം, KVയുടെ പരിഭാഷ 5 വോള്യങ്ങളാണ്. 2-ാം വോള്യം 23-ാമത്തെ പേജ്, അദ്ദേഹത്തിന്റെ കുറിപ്പ് 4, അതിൽ പറയാണ്, ദീൻ പൂർത്തിയാക്കി എന്ന് വെച്ചാൽ അടിവരട്ടോ. ഞങ്ങൾ ഇതാ പറയുന്നത്. KV മുഹമ്മദ് മുസ്ലിയാർ ഇക്കാര്യത്തിൽ പറഞ്ഞത് ഞങ്ങളും പറയുന്നു. ഞങ്ങൾ പുതുതായി ഒന്നും പറയുന്നില്ല. എന്ത് ദീൻ പൂർത്തിയാക്കി എന്ന് വെച്ചാൽ ദീനിൽ വിശ്വസിക്കേണ്ടതും ദീനിൽ ആചരിക്കേണ്ടതും എന്തൊക്കെയാണോ, ഓരോ പദപ്രയോഗവും ശ്രദ്ധിക്കണം, എന്തൊക്കെയാണോ അതെല്ലാം. എങ്ങനെ ദീനിൽ എന്തൊക്കെ വിശ്വസിക്കണം, എല്ലാം, എന്തൊക്കെ ആചരിക്കണം, എല്ലാം പൂർത്തിയാക്കി തന്നു കഴിഞ്ഞു എന്നാണ്. അതെല്ലാം അറിയിച്ചു തന്നു കഴിഞ്ഞു എന്നാണ്. ഇനി ഇന്നൊരാചാരവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറയാൻ ഇല്ല. ഇന്നൊരു വിശ്വാസവും കൂടി ഒന്ന് ആഡ് ചെയ്യേണ്ടിയിരുന്നു, ഇല്ല. എല്ലാം ഇവിടെ പൂർണ്ണമാണ്, തീർന്നില്ല. എപ്പോൾ ഇന്നലെയാ മതം പൂർത്തിയാക്കപ്പെട്ടു എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. KV മുഹമ്മദ് മുസ്ലിയാർ വീണ്ടും പറയുന്നത് കേൾക്കുക. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള രൂപം ഇസ്ലാമിന്റെ പൂർണ്ണ രൂപമാണ് എന്നത്രേ. അപ്പൊ ഇപ്പോൾ വന്നിട്ടുള്ള ഈ രൂപം എന്തൊക്കെയാണോ ആചരിക്കേണ്ടത് അതെല്ലാം അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള രൂപം ഇസ്ലാമിന്റെ പൂർണ്ണ രൂപമാണ് എന്നത്രേ. കണ്ടോ എങ്ങനെ പൂർണ്ണ രൂപം. ഇനി അതിലേക്കൊന്ന് ആരും ഈ ദിക്റും കൂടി, ഈ ദ്വയം കൂടി, ഈ ഖുതുബിയത്തും കൂടി, ഈ മൊയ്തീമാലയും കൂടി, ഈ മങ്കൂസും കൂടി വേണ്ട, തീർന്നില്ല. അടുത്തത് കേട്ടോളി. അതിനാൽ അതാ KV പറയുന്നത്, ഞങ്ങളും പറയണ അതാ. അതിനാൽ ഇനി മേലിൽ എങ്ങനെ ഈ ദുൽഹജ്ജ് 9-ന് ശേഷം 10 കൊല്ലം മുമ്പല്ല, 25 കൊല്ലം മുമ്പല്ല, 6 നൂറ്റാണ്ട് മുമ്പല്ല, 6-ാം നൂറ്റാണ്ടിന് ശേഷമല്ല, 5-ാം നൂറ്റാണ്ടിന് ശേഷമല്ല, ഇനി മേലിൽ കേട്ടോ യാതൊരു കാരണവശാലും യാതൊരു കാരണങ്ങൾ പറയരുത്. അതിൽ ഇതും കൂടി പെടുത്താം, ഇതും കൂടി ഉണ്ട്, അല്ല ഇങ്ങനെ ഒന്നും കൂടി ഉണ്ട് എന്ന് പറയാൻ യാതൊരു കാരണവശാലും അതിൽ യാതൊരു മാറ്റവും വരുത്തരുത്. സമ്മതിച്ചോ? ഞങ്ങൾ ഈ പോയിന്റിൽ ഉറച്ചു നിൽക്കുന്നു. ഏതിലെ? ദുൽഹജ്ജ് 9-ന് പൂർത്തീകരിച്ച ദീനിലില്ലാത്ത ഒരു ബിദ്അത്ത് മുജാഹിദുകൾ ചെയ്യുന്നു എന്ന് തെളിയിച്ചാൽ ഞങ്ങൾ പ്രസ്ഥാനം പിരിച്ചു. വാക്കുകൾ ശ്രദ്ധിക്കണം. ഈ ദുൽഹജ്ജ് 9-ന് മുഹമ്മദ് നബി സുബ്ഹാനല്ലാഹ് 33 വട്ടം പഠിപ്പിച്ചു. ഞങ്ങളത് 34 ആക്കിയിട്ടില്ല, 38 ആക്കിയിട്ടില്ല, 32 ആക്കിയിട്ടില്ല. ഇല്ല. നബി ഒരു ദിക്ർ പഠിപ്പിച്ചു, ചെല്ലേണ്ട സമയവും സന്ദർഭവും പഠിപ്പിച്ചു. അത് ഞങ്ങൾ ഇന്ന് വരെ തെറ്റിച്ചിട്ടില്ല. ഇല്ല. മയ്യത്ത് നിസ്കരിക്കുമ്പോ 4 തക്ബീർ ചെല്ലണം,
ഞങ്ങൾ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. ഇല്ല, റസൂൽ എന്ത് പഠിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ തെളിവ്? തെളിവ് പ്രമാണങ്ങൾ കൃത്യമായി മുജാഹിദുകൾ ചെയ്യുന്നതിലുണ്ട്. ഇനി നമുക്ക് പരിശോധിക്കാം. ഇസ്ലാമിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവില്ലേ? മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവാം. ഉണ്ടായ എന്ത് വേണം? ഉണ്ടായാൽ എന്ത് വേണം? അതായത് ഒരു നാട്ടില് നബി ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 എന്ന് വിചാരിക്കുക. അല്ല എന്നുള്ളതാണ് സത്യം. അത് വേറെ വിഷയം, നമുക്ക് പറയാം. റബീഉൽ അവ്വൽ 12 ആണോ അല്ലേ 8 ആണോ, മുജാഹിദുകൾ എന്ത് പറയുന്നു, സുന്നി എന്ത് പറയുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. ദീനിൽ ഒരു കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി. ഈ ഭിന്നത ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മുഖാമുഖം നടത്തിക്കൊടിയുന്നൊന്നല്ലോ അല്ല പറഞ്ഞു കേട്ടോ. അതൊക്കെ നമുക്ക് ഇന്ന് നടത്തേണ്ടി വന്നുകൊണ്ടാണ്. നിങ്ങൾ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കിക്കോളിന്നാണ്. ഖുർആൻ ഉണ്ടോന്ന് ആദ്യം നോക്കുക. ഒരു കാര്യം, നബിദിനം ഖുർആനിലുണ്ടോ? ചെറിയ പെരുന്നാളിനെ പറ്റി ഖുർആനിൽ പരാമർശമുണ്ടോ? ഉണ്ട്. ബലി പെരുന്നാളിനെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ടോ? ഉണ്ട്. ജുമഅ നിസ്കാരത്തെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ടോ? ഉണ്ട്. ഒരു അധ്യായം തന്നെ ഉണ്ട്. നബിദിനത്തെ കുറിച്ച് ഖുർആനിൽ പരാമർശം ഉണ്ടോന്ന് നോക്കി. ഇല്ലാന്ന് ഞങ്ങൾ പറയും. ഒറ്റ പരാമർശവും ഇല്ലാന്ന് ഞങ്ങൾ പറയും. പറയുക മാത്രല്ല, ഇവിടെ തെളിയിക്കാൻ പോവുകയാണ്. സുന്നികളെ കൊണ്ട്, സുന്നി പണ്ഡിതന്മാർ പറയുന്നത് കൊണ്ട്, ഞങ്ങളെ കൊണ്ടല്ല. ഞങ്ങളതൊന്നും ഞങ്ങളൊന്നും എടുക്കില്ല. നിങ്ങളത് എന്നിട്ട് നിങ്ങളോട് പറയാം, നിങ്ങൾ പറയുന്ന അനുസരിച്ചെങ്കിലും നിങ്ങൾ ജീവിക്കുകയും. അത് വല്ലാത്തൊരു പുതുമുള്ള കാര്യമല്ലേ? മുജാഹിദുകളുടെ കിതാബ് എന്ന് ഉദ്ധരിച്ചിട്ട് മുജാഹിദുകൾ നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നു പറഞ്ഞാൽ അത് ഞങ്ങൾ മുഖവിലേക്ക് എടുക്കണല്ലോ. അങ്ങനെ മുഖവിലേക്ക് എടുക്കുന്ന ഒരു വാദം, ഒരു കാര്യം എന്താ? ഞാൻ സുന്നി പരിഭാഷ എന്ന് വായിക്കാം. തെളിവ് പ്രമാണങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല. വല്ലാത്തൊരു വാക്ക്. 4-ാം അധ്യായം സൂറത്തുൽ നിസാ 59-ാമത്തെ വചനം സുന്നി പരിഭാഷയിൽ നാം വായിക്കുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങളിൽ നിന്നുള്ള അധികാരസ്ഥന്മാരെയും അനുസരിക്കുക. ഇനി വല്ല വിഷയത്തിലും നിങ്ങൾക്ക് ഭിന്നാഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അത് അല്ലാഹുവിങ്കലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഉണ്ടോ നിബന്ധന വെച്ചു അല്ല ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കുക. പരലോകത്തിൽ വിശ്വാസം ഉള്ളവരാണ്. അടിവരട്ടോ. എന്ത് ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കാരാ? അത് പരലോകത്തിൽ വിശ്വാസമുള്ളവരാണ്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഇമാം ഷാഫി ചെയ്തോ നല്ല ചോദിക്കുക, ഇമാം ഹനഫി ചെയ്തോ നല്ല ചോദിക്കുക. ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? അത് കുറഞ്ഞോനോ ഓൻ പാളക്കിതാബിലുണ്ടോ? മൊയ്ലിയാരി ചെയ്തോ, ഉസ്താദി ചെയ്തോ, കസ്തല്ലാനി ചെയ്തോ, എന്നാള് സുയൂത്തി ചെയ്തോ, ഇന്ന് ഹോജ ചെയ്തോ? ഞങ്ങൾ അങ്ങനല്ല പറയുന്നത്. ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുന്നത് പരലോകത്തിൽ വിശ്വാസമുള്ളവരാണ്. അല്ലാഹ് പറയുന്നത് ഇൻ കുൻതും നിങ്ങളാണോ തുഅ്മിനൂന ബില്ലാഹ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് ബഡായി പറയുന്നവരാണോ? വൽ യൗമിൽ ആഖിരി അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എന്ന് വാദക്കാരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഖുർആനിലേക്ക് മടക്ക്, സുന്നത്തിലേക്ക് മടക്ക്. തീർന്നില്ല. ദാലിക ഖൈറുൻ, അതാ അങ്ങക്ക് നല്ലത്, അതാ ഉത്തമമായ പര്യവസാനം. ഇനി ഇതിനെ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് KV മുഹമ്മദ് മുസ്ലിയാർ കുട്ടനാട് സുന്നി പബ്ലിക്കേഷൻ സെന്റർ ആട്ടോ, സുന്നി വഹാബി പബ്ലിക്കേഷൻ സെന്റർ അല്ല. മുഖവിലേക്ക് എടുക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥ വരരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു പോകുന്ന ഒരു അവസ്ഥ വരരുത് കേട്ടോ. എന്താ പറയുന്നത്? പേജ് നമ്പർ 580. പേജ് നമ്പർ 580. സത്യവിശ്വാസികൾ ഇതാണ് മാനദണ്ഡം. ഞങ്ങളുടെ മാനദണ്ഡം ഇതാ. ഒന്നാമതായി അനുസരിക്കേണ്ടത് അല്ലാഹുവിനെയാണ്, അഥവാ അവന്റെ ഖുർആനിനെയാണ്. ഇത് KV മുഹമ്മദ് മുസ്ലിയാർ പറയണ, മനസ്സിലായോ? മുജാഹിദുകൾ പറയണല്ല. അതായത് ഒന്നാമത്തേത് അല്ലാഹുവിന്റെ കിതാബായ ഖുർആനിൽ പറഞ്ഞ പ്രകാരം നടക്കണം. എങ്ങനെ നടക്കണോ? ഉസ്താദ് പറഞ്ഞ പോലെ നടക്കാനല്ല, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ പോലെയാണ് ഒന്നാമതായി നടക്കേണ്ടത്. രണ്ടാമത്തേത് നബിയുടെ സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അത് സ്വീകരിക്കണം. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെടുക. വല്ലാത്തൊരു പ്രയോഗമാണ് KV പ്രയോഗിച്ചത്. നിങ്ങൾക്ക് രക്ഷല്ല. സ്ഥിരപ്പെടണം, ദുർബലമാകരുത്, ലൈഫാകരുത്. എങ്കിൽ അതും സ്വീകരിക്കുക. എന്നിട്ടോ ഖുർആനിൽ അത് കാണുന്നില്ല എന്ന കാരണം പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല. അതാണ് നബിയെ അനുസരിക്കൽ. അപ്പൊ രണ്ട് കാര്യം ഉറപ്പായി.
ഒന്ന് ഖുർആനിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് നടക്കണം, ജീവിക്കണം. രണ്ട് റസൂലിന്റെ സ്ഥിരപ്പെട്ട സുന്നത്ത്. എന്താ കേവി എങ്ങനെ പറയാൻ? ഇച്ചിരി പടച്ചോന് പേടി ഉണ്ടായിരുന്നു. ഇന്നത്തെ പുതിയ ആളുകൾക്ക് അത് കുറഞ്ഞു വരികയാണ്. അത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക്, പഴയ ആളുകൾക്ക് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ശിർക്ക് ഉണ്ടായിരുന്നു, കുഫർ ഉണ്ടായിരുന്നു, ബിദ്അത്ത് ഉണ്ടായിരുന്നു. അതോടൊപ്പം പടച്ചോന് പേടിയുണ്ടായിരുന്നു. പടച്ചോനെ കുറച്ചൊക്കെ അവർ പേടിച്ചിരുന്നു. അതുകൊണ്ട് അവർ സൂക്ഷിച്ചു വർത്താനം പറഞ്ഞു. സ്ഥിരപ്പെട്ട ചര്യ. എന്തേ അങ്ങനെ മലയാളത്തിലൊരു പദം അങ്ങനെ പ്രത്യേകം ഉപയോഗിക്കാൻ? സ്ഥിരപ്പെടാത്ത ഒരുപാട് കാര്യം നബീന്റെ പേരിൽ ഇവിടെ പറയുന്നുണ്ട്. അത് സ്വീകരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. വളരെ വ്യക്തം. ഇത് ഞങ്ങള് സുന്നി പരിഭാഷ എന്നാണ് ഇത്രയും സമയം അവലംബിച്ചത്. തീർന്നില്ല. തെളിവുകളുടെ ബലാബലങ്ങൾ നോക്കുമ്പോ തീർച്ചയായും ഈ വിഷയത്തിലൊക്കെ അല്പം ഗൗരവമായ ചർച്ചയിലേക്ക് പോകണം. ഇനിയോ വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്ത് മാഇദ 104-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ 8-ാം അധ്യായം 24-ാമത്തെ വചനം. വളരെ വ്യക്തമാണ്. 2 ആയത്തുകൾ ഓതി കേൾപ്പിച്ചുതരാം. വിഷയ ബാഹുല്യം ഒരു ബഹറാണ്, സപ്തസാഗരമാണ്. നേരം പുലർന്നവരെ സംസാരിച്ചാൽ തീരുവോ? റസൂലിനെ കുറിച്ച്, ലോകാനുഗ്രഹിയായ പ്രവാചക തിരുമേനിയെ കുറിച്ച്, ആകാശത്തിന്റെ ചുവട്ടിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയെ പോലെ ഒരു നേതാവിനെ ലോകം കണ്ടിട്ടുണ്ടോ? മുമ്പ് കണ്ടിട്ടുണ്ടോ? ശേഷം കണ്ടിട്ടുണ്ടോ? ഇനി കാണുമോ? അങ്ങനെ ഒരു മഹാനെ കുറിച്ച്, അദ്ദേഹത്തെ ഹുബ്ബ് വെക്കുന്നതിനെ കുറിച്ചുള്ള മഹാചർച്ചയുടെ സംഗമ വേദിയിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഇവിടെ എന്റെ ആദ്യത്തെ മുഖവുര ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഖുർആൻ, സുന്നത്ത്, അതനുസരിച്ച് വേണം ഏതൊരു കാര്യം തീരുമാനിക്കാൻ. ഇന്ന് KV മുഹമ്മദ് മുസ്ലിയാർ അല്ല, അങ്ങ് ഉസങ്കടിയിൽ വെച്ച് ഏത് മഖ്ദൂമി തങ്ങൾ എന്ന് ഉസ്താദ് ചോദിച്ച പോലെ ഏത് KV എന്ന് നിങ്ങൾ ചോദിക്കണേ, ഞങ്ങൾക്ക് രക്ഷയില്ല. ഓരോരുത്തരെയും ഓരോ ദിവസം തള്ളുകയാണെങ്കിൽ ഏത് സദഖത്തുള്ളാന്ന് ചോദിച്ചില്ലേ തലശ്ശേരി അല്ലേ? ശ്രീ ജമാഅത്ത് സംവാദത്തിൽ ഏത് സദഖത്തുള്ള? അതൊക്കെ ഉസ്താദിനെ കണ്ടുപഠിച്ച. അപ്പുറത്ത് ഉസ്താദ് ചോദിച്ചു ഏത് പൊന്നാനി, ഏത് മഖ്ദൂമി തങ്ങൾ എന്ന് ചോദിച്ചില്ലേ? ആ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളോട് രക്ഷയില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ആയത്ത് ഉദ്ധരിച്ചെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല. ഹദീസ് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചില്ല. വലിയ പണ്ഡിതന്മാർ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് ഉദ്ധരിച്ചെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല. അപ്പൊ നിങ്ങളെ കൂടെ ജീവിച്ചവരെങ്കിലും ഉദ്ധരിച്ചിട്ട് അതും നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് ആരതാ പറയേണ്ടത്? നിങ്ങളോട് എന്താ പറയേണ്ടത്? എന്ത് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുക? അവിടെ നിങ്ങൾ ഖുർആനിലെ 2 ആയത്തോടെ കേട്ടോ, മനസ്സിലാക്കിക്കോ. ആയുസിനിടയിൽ നിങ്ങൾ ഉസ്താദുമാരെല്ലാരും കൂടി പ്രസംഗിച്ചിട്ടും നിങ്ങൾക്ക് ഈ ജാതി ആയത്ത് കേൾക്കാൻ സൗഭാഗ്യം ഉണ്ടാവില്ല. ഇത്ര ആയത്ത് കേൾക്കാനും സൗഭാഗ്യം ഉണ്ടാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇതൊരു സൗഭാഗ്യമാണ്, ഇതൊരു അനുഗ്രഹമാണ്. ഖുർആനിന്റെ വചനങ്ങൾ അനവരതം തുടരുന്ന മഹാസാഗരത്തിൽ ആർത്തരമ്പുന്ന തിരമാലകളെ പോലെ അള്ളാഹുവിന്റെ വചനത്തിന്റെ മുമ്പിൽ നിങ്ങൾ പഞ്ചപുച്ഛമടക്കി നിൽക്കണം. അത് വിനയമാണ്. അതെ, വാരിധി തിന്നിൽ തിരമാലകൾ എന്ന പോലെ പദാവലി തോന്നണം കാലേ കാലേ എന്ന് പറഞ്ഞ പോലെ ഒരു തിരയുടെ മേത മറ്റൊരു തിര വരുന്ന പോലെ അള്ളാഹുവിന്റെ വചനങ്ങൾ. വൈദാ ഖീല ലഹും തആലൂ ഇലമാ അൻസലല്ലാഹു വഇല റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. ആയത്തോർക്കണം. 921 ശേഷമുള്ള നിങ്ങളെ ഖുർആനിൽ കോടിക്കൽ എന്നൊരു സ്ഥലത്ത് മുജാഹിദുകൾ ആദ്യമായിട്ട് പള്ളി വെക്കുന്നതിന്റെ തൊട്ട് ബാക്കിലുള്ള ദിവസത്തിൽ പേരോട് പ്രസംഗിക്കാൻ വന്നു. ഭാഗ്യത്തിന് അന്ന് എന്റെ ഓർമ്മ അത് ഫ്രഷ് ആകാൻ കാരണം കോളിക്കൽ പുതിയ പള്ളി ഉണ്ടാക്കിയതിനു ശേഷം കുറച്ചു കാലം ഞാൻ ഖുത്ബ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ വന്നിട്ട് ഇയാൾ പറയാ മുജാഹിദുകൾക്ക് അല്ലല്ല, മുജാഹിദുകൾക്ക് റസൂലില്ല. ഒരു ബഡായും കൂടി മൂപ്പര് പറഞ്ഞു, മുജാഹിദുകളുടെ കയ്യിലുള്ള ഖുർആൻ നമ്മളെ കയ്യിലുള്ള ഖുർആൻ അല്ല. അതുകൊണ്ട് നിങ്ങളെ കയ്യിലുള്ള ഖുർആൻ അയൽനാട്ടോ വായിക്കണേ എല്ലാം മനപ്പാടാക്കിയാ പറയുന്നത്. നിങ്ങളെ തഫ്സീർ നിങ്ങൾ കൊടുത്തിട്ടുള്ള മലയാള പരിഭാഷയിൽ അല്ലാഹ് നോക്കൂ, പറയപ്പെട്ടാൽ നിങ്ങൾ വരൂ. എങ്ങോട്ട് മദ്ഹബിലേക്കാ? അല്ല. നാട്ടാചാരത്തിലേക്കാ? അല്ല. ഷഹ്റേ മുബാറക്കിലേക്കാ? അല്ല. പിന്നെ അല്ലാഹ് അവതരിപ്പിച്ചതിലേക്ക് വരൂ. അല്ലാഹ് അവതരിപ്പിച്ചതിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിച്ചോ? ഇല്ല. ചേകന്നൂര് മതി എന്ന് അവസാനിച്ചോ? ഖുർആൻ മതി എല്ലാം കഴിഞ്ഞ് എന്ന് അല്ലാഹ് പറഞ്ഞോ? പറഞ്ഞില്ല. അല്ലാഹ് അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും, അല്ലാഹ് അവതരിപ്പിച്ചതിലേക്ക് മലയാള പ്രയോഗം ശ്രദ്ധിക്കണം. ലേക്ക് എന്നല്ല, അല്ലാഹ് അവതരിപ്പിച്ചതിലേക്കും. അപ്പൊ വേറൊന്നുകൂടി വരാണ്ട് റസൂലിലേക്കും വരൂ എന്നവരോട് പറയപ്പെട്ടാൽ എങ്ങനെ? അള്ളാന്റെ ഖുർആനിലേക്ക് വാ, റസൂലുള്ളാന്റെ വചനത്തിലേക്ക് വാ എന്ന് ആ നാട്ടുകാരോട് പറയപ്പെട്ടാൽ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. പറയപ്പെട്ടാൽ അവർ എന്ത് പറയും? ഖാലു
അവര് പറയും ഹസ്ബുന മാ വജദ്നാ അലൈഹി അബാഅന. ഞങ്ങളെ വാപ്പ, ഞങ്ങളെ വല്യപ്പ, ഞങ്ങളെ കാരണവന്മാര് അവരൊക്കെ ജീവിച്ച പോലെ മതി. ഓ നിങ്ങളൊരു ഖുർആൻ തിരിയുന്നോല്, നിങ്ങളൊരു ഹദീസിന്റെ ആളുകള് എന്നവര് പറയും. ഇതാരെ പറ്റിയാ? ഇതേതായാലും ഞങ്ങളെ പറ്റിയല്ല. പിന്നെ ആരെ പറ്റിയാ? ഏത് ഖുർആനിലേക്ക് വരൂ, സുന്നത്തിലേക്ക് വരൂ എന്ന് പറയപ്പെട്ടാൽ അവർ പറയും, പിഴച്ചവർ പറയും എന്ത്? ഞങ്ങളൊക്കെ ബാപ്പ മുശ്രിക്ക. കഴിഞ്ഞ ദിവസം എന്റെ ബാപ്പ ഈ സസിലിരിക്കുന്നുണ്ട്, എങ്കിലും ഞാനൊന്ന് പറയാ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു, പള്ളിക്കണ്ടിയിൽ പ്രസംഗിച്ചപ്പോ ഓന്റെ ബാപ്പ പണ്ട് മുജാഹിദായിനു, ഓൻ സുന്നിയല്ലായിനു. ഞാനേ അത് കേട്ടിരുന്നേ പറയും, ബാപ്പ അന്നും മുജാഹിദാ, അതുകൊണ്ടല്ലേ എനിക്ക് മുജാഹിദ് എന്ന് പേര് വെച്ച്. അന്നൊന്നും മുജാഹിദാ, ജീവിതത്തിലൊരിക്കലും ഖുറാഫിയാണ്ടി വന്നിട്ടില്ല. മനസ്സിലായോ? അന്നൊന്നും. അപ്പോ എന്റെ വാപ്പ മുജാഹിദായതുകൊണ്ടല്ല മുജാഹിദായത്, മറിച്ച് ഖുർആനും സുന്നത്തും പഠിപ്പിച്ച അതാണ് എന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ. അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. മനസ്സിലാവണുണ്ടോ? അപ്പൊ ഇവിടെ എന്റെ ബാപ്പ, ആ ചോദ്യം വേണ്ട, അള്ള പറഞ്ഞിട്ടില്ല. ഈ ചോദ്യം ലോകത്ത് ആദ്യമായിട്ട് ചോദിച്ച ഒരാളുണ്ട്, ഫിറൗന്. ഏത് ചോദ്യം? ഞങ്ങളൊക്കെ ബാപ്പയും ഒക്കെ നരകത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ആഹാ, ഏത്? മൂസാ നബി നല്ലോണം തൗഹീദ് പ്രസംഗിച്ച് ഫിറൗന്റെ കൊട്ടാരത്തില് പ്രസംഗിച്ചപ്പോ ഫിറൗന്റെ മനസ്സിലായി ഇതാ സത്യം. പിന്നെ ഫിറൗന് ജനങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ഫിറൗന് തോന്നി എന്ത്? ഇവരൊക്കെ ഇപ്പൊ മൂസാ നബിന്റെ കൂടെ പോകുന്നു തോന്നിയപ്പോ മൂസാ നബി ചെയ്ത തന്ത്രം എന്താ അറിയോ? അത് അന്നത്തെ കാലത്ത് നമ്മളെ കൂട്ടത്തില് ചിലരും പയറ്റുന്ന തന്ത്രം. ഒരൊറ്റ ചോദ്യം, അങ്ങനാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ നീ മറുപടി ഇല്ല. തൗഹീദ് പറഞ്ഞപ്പോ മൂസാ നബിന്റെ മുമ്പിൽ ഫമൻ റബ്ബുക്കുമാ യാ മൂസാ എന്നാണ് ചോദിച്ചു. അതുപോലെ പിന്നെ നിന്റെ റബ്ബ് ആരാന്ന് ചോദിച്ചപ്പോ മൂസാ നബി പറഞ്ഞു, റബ്ബു നല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് അതിന് മാർഗദർശനം നൽകുന്നവൻ. 20-ാം അധ്യായം 49-50 വചനങ്ങൾ. മറുപടിയോട് പറഞ്ഞു 26-ാം അധ്യായം 23-ാമത്തെ വചനം, റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മുഖിനീൻ. ഈ മറുപടി ഇങ്ങോട്ട് കിട്ടിയപ്പോ മൂസാ നബിയുടെ പ്രസംഗം ഇങ്ങോട്ട് കേട്ടപ്പോ ഫിറൗന്റെ സദസ്സിലുള്ള മുസ്ലിങ്ങൾക്ക് ഇസ്ലാമായ കൊള്ളാന്നോലെ മുഖത്ത് നോക്കിയപ്പോ ഫിറൗൻ ഇങ്ങനെ തോന്നി. ഫിറൗൻ ഉടനെ അടവ് മാറ്റി ചവിട്ടി. മൂസാ നബിന്റെ രക്ഷല്ല. ഒരൊറ്റ ചോദ്യ എന്തെന്നറിയോ? അങ്ങനാണെങ്കിൽ ഫമാ ബാലിൽ ഖുറൂനിൽ ഊല. അല്ല മൂസ, ഞങ്ങളെ ബാപ്പേ അതിന്റെ അപ്പുറത്തുള്ളവരൊക്കെ കാഫിറും മുശ്രിക്കും എന്നാ ഈ പറയണേ, ഓലെ പറ്റി എന്റെ അഭിപ്രായം എന്താ? വല്ലാത്തൊരു ചോദ്യം. ആ ചോദ്യം ആലപ്പുഴ ജില്ലയിലെ ആദിക്കാട്ടുകുളങ്ങരയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഖാഫി ഓടി സ്റ്റേജിൽ ഇങ്ങോട്ട് കയറി ഒരു 100-500 ആളെയും കൊണ്ട് ചോദ്യം ചോദിക്കാണ്ട്. ഞാൻ ചോദിച്ചാൽ അതിനെന്തിനാ എത്ര ആളുകൾ? നിങ്ങൾക്ക് ചോദിച്ചാൽ പോരെ? ചോദിക്കണോ? എവിടെ ചോദിക്കണോ? മൈക്ക് ചോദിക്കണോ? നല്ലോണം ചോദിക്കാൻ അറിയോന്ന് ചോദിച്ചു. അറിയാറ്. എന്നാ ചോദിച്ചു പറഞ്ഞ മൈക്കാട്ട് കൊടുത്തു. ചോദ്യം എന്താ നിങ്ങൾ? അതാ ഫിറൗൻ ചോദിച്ചു. നിങ്ങൾക്ക് എങ്ങനെ ഫിറൗന്റെ മില്ലത്ത് കിട്ടി? മുഹമ്മദ് നബിന്റെ മില്ലത്തല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? മൂസാ നബിന്റെ മില്ലത്തല്ലേ സ്വീകരിക്കേണ്ടത്? ഫിറൗന്റെ മില്ലത്താ? ഒറ്റ ചോദ്യം. ഇവിടെ നിങ്ങൾ പ്രസംഗിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ കേട്ടോ, ഫിറൗൻ ഉപയോഗിച്ച അതേ കാര്യം. ആദിക്കാട്ടുകുളങ്ങരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ ഹദ്ദാദ്, റാത്തീബ്, മൗലൂദ് എന്നിത്യാദി കഴിച്ചവരാണ്. അവർ മുശ്രിക്കുകളാണോ? ചോദ്യം. അതെന്തറിയോ? വിഷയം 1.5 മണിക്കൂറായിട്ട് ചെന്നപ്പോ നാട്ടുകാരൊക്കെ മുജാഹിദായി പോവോന്ന് ഉസ്താദുമാർക്കൊരു തോന്നല്. ഒരൊറ്റ ചോദ്യ. ഞാൻ അതിന് ക്ലിയർ ആയിട്ട് മറുപടി ആയിരുന്നു. മൂസാ നബിനോട് ഫിറൗനാണ് ആദ്യം ചോദിച്ചത്. മൂസാ നബി അതിന് നൽകിയ മറുപടി എനിക്ക് പറയാനുള്ളത് എന്ത്? കാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ. മൂസാ നബി പറയാ, അവരെ കുറിച്ചുള്ള അറിവിന്റെ റബ്ബിന്റെ കിതാബിലാ. അല്ലാഹ് മറക്കയില്ല, അല്ലാഹ് കതിട്ട് വിട്ടുപോകുകയില്ല. അതോർത്ത് ബേജാറാണ്ട, എന്റെ കാര്യം നോക്ക്. ഇത് മരിച്ചുപോയ ബാപ്പാന്റെ ലിസ്റ്റ് എടുക്കണ്ട, എന്റെ കാര്യം നോക്ക്. തിൽക ഉമ്മത്തുൻ, അതൊരു കഴിഞ്ഞുപോയ ജനത. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. സൂറത്ത് ബഖറയിൽ എത്ര സ്ഥലത്താ അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിന്നോട് ചോദിക്കൂല. ബാപ്പ ഏതായാലും കഴിഞ്ഞ് ആലോചിച്ച് ബേജാറാവണ്ട, അന്റെ വിശ്വാസം എന്ത് നോക്ക്. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും. സൂറത്ത് മാഇദ 5-ാം അധ്യായം 105-ാമത്തെ വചനം. കണ്ടോ? സ്വന്തം നഫ്സിനെ കാത്തോ, മറ്റോലൊക്കെ എന്തായിരുന്നു നോക്കി എടുക്കണ്ട. ഓരത് കഴിഞ്ഞ ഏതായാലും അതൊക്കെ അള്ളാന്റെ കിതാബിലുണ്ട്, ബേജാറാവണ്ട. അപ്പോ നമ്മൾ ഓരോ വിഷയങ്ങൾ പഠിക്കുകയായിരിക്കും. ഓരോ വിഷയങ്ങൾ പഠിക്കുകയാണ്. ഹബ്ബുർ റസൂൽ ഈ വിഷയത്തിൽ എന്താ പദത്തിന്റെ അർത്ഥം? ഇപ്പൊ നമ്മൾ സാധാരണ ഇവിടെ ഒക്കെ പറഞ്ഞു ഇത്തിബാഉർ റസൂൽ ഇവിടെ ചർച്ചയേ അല്ല. ആർക്കെങ്കിലും പ്രിയപ്പെട്ട നബി പൂപ്പലും കൊണ്ട് വെക്കണു. പിന്നെ ഇഷ്കേ എല്ലാത്തിനും ഒരു ചരിവ. അങ്ങനത്തെ ഒരു ചരിവ്. ഇഷ്കേ ജമാഅത്തേ
എന്താ ഒക്കെ എങ്ങനെ എന്താ എങ്ങനെ കാത്ത് ദീനി നിന്ന് എങ്ങനെ നിൽക്കുന്നതാ? ഇതെന്താ ഒക്കെ ഇങ്ങനെ എല്ലാത്തിനും ഒരു ചരിവ്? എന്താ അങ്ങനെ എല്ലാത്തിനും ഒരു ചരിവ്? നിങ്ങളെ ദീനി നിങ്ങളെ ആദർശത്തിന് ഉണ്ട് ചരിവ്. ഞങ്ങൾ അങ്ങനെ ഒക്കെ നേരെ, അതാണ് നേരെ നിർത്തിയാന്നാ അല്ലേ? മതം എന്ന് പറഞ്ഞാൽ നേരെ നിർത്തിയാന്നാ. ഇതിനൊക്കെ ഒരു ചരിവാ. അതിന്റെ കാരണം എന്താ പറയുക? നിങ്ങള് ഈ നൂറേ മദീന, ഇഷ്കേ മദീന, ഇത് എവിടുന്ന് കിട്ടിയ? ഷിയാക്കളിൽ നിന്ന് കിട്ടിയതാ. ഷിയാ സൈറ്റ് പരിശോധിച്ച് നോക്ക്, ഇതൊക്കെ ഷിയാക്കളതാ. ആ ഷിയാക്കളിൽ നിന്ന് നേടിയതാണ് ഇതൊക്കെ, അല്ലാതെ വേറൊന്നും ഈ കയ്യിലില്ല. ഇനി നമ്മൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഇഷ്കേ മദീന എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാലത്ത്? ഒരു കാലത്ത് സംഘടിപ്പിച്ചിട്ടില്ല, ഇല്ല. കാരണം വസ്തുത എന്താണ്? വസ്തുത പഠിക്കുക. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അഭിപ്രായ ഭിന്നത ഉണ്ടായിരിക്കെങ്കിലും സ്നേഹം, നബീനെ സ്നേഹിക്കൽ സുന്നത്താണോ ഫർളാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ സുന്നത്താണോ ഫർളാണോ? ഫർളാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നബീനെ സ്നേഹിക്കൽ നിർബന്ധമാണ്. ആരെക്കാളും? ബാപ്പാനേക്കാൾ, ഉമ്മാനേക്കാൾ, ഭാര്യമാരെക്കാൾ, മക്കളെക്കാൾ, കുടുംബക്കാരേക്കാൾ, നഷ്ടം സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന കച്ചവടത്തേക്കാൾ, കണ്ണിന് ആനന്ദം നൽകുന്ന ഭവനത്തേക്കാൾ, അല്ലേ? അങ്ങനെയല്ലേ അല്ല പറഞ്ഞത്? കേട്ടോ, ഇനി കുറച്ച് ആയത്തും കുറച്ച് ഹദീസും ഒക്കെ തുടർച്ചയായിട്ട് കേട്ടോളൂ. ദീനിലുള്ളത്, പ്രമാണത്തിലുള്ളത്, നേരത്തെ പറഞ്ഞ സ്ഥിരപ്പെട്ട ഹദീസ്, സ്ഥിരപ്പെടാത്തതല്ല, സ്ഥിരപ്പെട്ട ഹദീസ്, ആർക്കും തള്ളിക്കളയാനാവാത്ത ഹദീസുകൾ, ആയത്തുകൾ കേട്ടോളൂ. എന്താ? കുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും. അല്ലാഹ് അങ്ങനെ പറയാൻ ഒക്കെ അങ്ങനെ നല്ല ഗൗരവത്തില് കൊണ്ടുപോയി ഠും ഠും എന്ന് പറഞ്ഞ് ഇടുന്ന പോലെ മനസ്സിലേക്ക് അല്ലാഹ് അങ്ങനെ ഇട്ട് തരികയാണ്. 9-ാം അധ്യായം ആയത്ത് നമ്പർ 1 തേടി ബുദ്ധിമുട്ടുലങ്ങളെന്ന് കേട്ടോ. 9-ാം അധ്യായം 24-ാമത്തെ വചനം വ്യക്തമാണ്. കുൽ, നബിയെ പറയണം, നാട്ടുകാരോട് പറയണം, ജനങ്ങളോട് പറയണം. ഇനി ഇഷ്കേ റസൂലും ഇഷ്കേ മദീനയും ഒക്കെ നടത്തുന്നവരോടും പറഞ്ഞേക്ക്. എന്ത് കേട്ടോ? എന്ത് നബിയേ അവരോട് പറയണം? എന്ത്? നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും, നിങ്ങളുടെ മക്കളെക്കാളും, നിങ്ങളുടെ ആൺമക്കളെക്കാളും, നിങ്ങളുടെ ഭാര്യമാരെക്കാളും, നിങ്ങളുടെ അടുത്ത കുടുംബങ്ങളെക്കാളും നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കച്ചവടത്തെക്കാളും സമ്പത്തിനേക്കാളും, പിന്നെയോ നിങ്ങൾക്ക് കണ്ണിന് ആനന്ദം നൽകുന്ന നിങ്ങളുടെ ഭവനത്തെക്കാളും അഹബ്ബ ഇലൈക്കും. ശ്രദ്ധിച്ചോ, ഖുർആന്റെ വചനം ശ്രദ്ധിച്ചോ. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി. ആയത്ത് എന്താ 3 തവണ അത് ആവർത്തിക്കാൻ കാരണമുണ്ട്. ഇതൊക്കെ എന്താ അറിയോ? നമ്മളിങ്ങനെ വിചാരിക്കൂ, ഉസ്താദ് നബീനോടുള്ളൊരു ഹുബ്ബ് തൊണ്ടേന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ആ നാവിട്ട് ഇങ്ങനെ അടിക്കാനുള്ള ശേഷിയല്ലാതെ ഈ ഹൃദയത്തിൽ നിന്ന് നബീനോടുള്ള സ്നേഹം ഇവർക്കൊക്കെ ഇറങ്ങി ഞങ്ങൾ വിചാരിക്കട്ടെ. പ്രസംഗം അവസാനിക്കണവരെ ജീവിതത്തിൽ നിങ്ങളൊന്ന് നിന്ന് കേട്ടോക്കി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഹുബ്ബുർ റസൂൽ എന്താണെന്നും. ഇന്നത്തത് ഹുബ്ബുർ റസൂലല്ല, ഹുബ്ബ് ഫുലൂസ് ആണെന്നും. ഇത് ഹുബ്ബുർ റസൂൽ അല്ലെന്നും ഹുബ്ബ് ഫുലൂസ് ആണെന്നും നിങ്ങൾക്ക് ഈ പ്രസംഗം അവസാനിക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഒന്നുകൂടി പറഞ്ഞ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രമാണം കൊണ്ട് ബോധ്യപ്പെടും. ഇനി കേട്ടോ, ഈ വസ്തുക്കൾ എല്ലാറ്റിനേക്കാളും, ഒന്നുകൂടെ പറയാം, മാതാപിതാക്കളെക്കാൾ, സ്വന്തം മക്കളെക്കാൾ, ഭാര്യമാരെക്കാൾ, അതെ കുടുംബക്കാരെക്കാൾ, എളാപ്പ, മൂത്താപ്പ, അമ്മായി തുടങ്ങി ഏതേത് അടുത്ത കുടുംബങ്ങളെല്ലാം, പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്തിലെ ആ സ്വത്തിനേക്കാൾ, പിന്നെ നിങ്ങള് ബിസിനസ് ചെയ്യില്ലേ അതിനേക്കാൾ, പിന്നെയോ നിങ്ങളുടെ കണ്ണിന് ആനന്ദം നൽകുന്ന ഹൈവേയിലെ വീടില്ലേ, നിങ്ങളുടെ വീടുകൾ, ആ വീടുകളെക്കാളെല്ലാം, ഇതിനേക്കാളെല്ലാം അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി. എന്ത്? ഇതിനേക്കാളെല്ലാം അള്ളയായിരിക്കണം ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട്. അള്ളാനോടായിരിക്കണം ഒരാൾക്ക് ഏറ്റവും ഇഷ്ടം. ഇഷ്ടം എന്ന് മലയാള പദം. ഈ ഇഷ്ടം ഏറ്റവും കൂടുതൽ ആരോടായിരിക്കണം? അള്ളാനോടായിരിക്കണം, അല്ലെ? രണ്ടാമത്തതോ റസൂലിനോടായിരിക്കണം. മൂന്നാമത്തതോ അള്ളാന്റെ റസൂലിന്റെ മാർഗത്തിലുള്ള ജിഹാദിനോടായിരിക്കണം. ഇല്ലെങ്കിലോ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി. അല്ലാഹ് വിധി കൊണ്ടിരുന്ന് കാത്തിരുന്നോളി. വല്ലാത്തൊരു താക്കീതാ. മുസ്ലിങ്ങളെ ഓർത്തോളി. തമാശ കളിയൊന്നല്ല. പച്ചക്കൊടി കെട്ടുമ്പോ, മുദ്രാവാക്യം മുഴക്കുമ്പോ, ദഫ് മുട്ടുമ്പോ ഒക്കെ തോന്നും ഇതൊക്കെ പടച്ചോന് ഇഷ്ടാണ്. അതുകൊണ്ട് ശരിക്ക് ചിന്തിച്ചോളി. എന്ത്? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി
വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു കാത്തിരുന്നോളി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി അല്ലാഹ് വിധി കൊണ്ടിരുന്ന് കാത്തിരുന്നോളി അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത് കാത്തിരുന്നോളി അല്ലാഹ് ഈ ലാലിമുകളെ ഹിദായത്തിലാക്കൂല അല്ലാഹ് ആയത്ത് പറയാണ് ഈ ആയത്ത് പ്രകാരം ഇനി ഞാനൊരു ചെറിയ വിശദീകരണം നൽകുക കേട്ടോ ശ്രദ്ധിച്ചോ പഠിച്ചോ ഹുബ്ബുർ റസൂൽ എന്താന്ന് പഠിച്ചോ അല്ലാഹുവിന്റെ റസൂൽ മഹർ കൊടുത്തിട്ടാ ജീവിതത്തിൽ കല്യാണം കഴിച്ചു ശ്രീധനം വാങ്ങി അല്ലാഹുവിന്റെ റസൂൽ കല്യാണം കഴിച്ചിട്ടില്ല എന്തിനാ ഈ ഒരു ഉദാഹരണം പറയണേ ഈ ഉദാഹരണം എല്ലാരെയും ബാധിക്കുന്ന ഒരു ഉദാഹരണമാണ് സുന്നി മുജാഹിദും ജമാഅത്തും ഒന്നും ഇതിലില്ല എല്ലാരും നെഞ്ഞിലും കൊള്ളൂ അതുകൊണ്ടാ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയെ കല്യാണം കഴിക്കാൻ ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നു അലി റളിയല്ലാഹു വന്നിട്ട് സലാം പറഞ്ഞിട്ട് ഒറ്റ ചോദ്യം ഫാത്തിമ ബീവിയെ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ നിക്കാഹ് ചെയ്തു തരുമോ റസൂലുള്ളാഹി ചിരിച്ചിട്ട് ഒറ്റ ചോദ്യം ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളൊക്കെ വലിയ സന്തോഷം നിങ്ങളൊക്കെ നിന്ന് കേൾക്കണേ ഒന്ന് കേട്ടോ പഠിച്ചോ മരിച്ചു പോവും റസൂലുള്ളാഹി ഒറ്റ ചോദ്യം ആട്ടെ ആ ചോദ്യം ശ്രദ്ധിച്ചു അതിലൊരു പോയിന്റ് ഉണ്ട് ആട്ടെ നീ എന്റെ മകൾക്ക് എന്താ മഹർ കൊടുക്കുക അഹയാ ഞാനൊക്കെ എത്ര ശ്രീധരൻ തരണ്ട് ചോദിച്ചില്ലട്ടോ മുത്തുനബി നീ എന്റെ മകൾക്ക് എന്താ മഹർ കൊടുക്കുക നീ എന്റെ മകൾക്ക് എന്താ മഹർ കൊടുക്കുക എന്ന് ചോദിച്ചാൽ മുജാഹിദുകളൊന്ന് കയ്യൊന്തിക്ക് ഇല്ല അല്ലേ എന്റെ മോക്ക് നീ എന്താ മഹർ കൊടുക്കുക എന്ന് ചോദിച്ചാൽ ഒറ്റ ബാപ്പയും ഇല്ല മനസ്സിലാകണോ എന്റെ മകൾക്ക് നീ എന്താ മഹർ കൊടുക്കുക ആ സുന്നത്തെവിടെ ആ സ്നേഹം എവിടെ റസൂലുള്ളാഹി ചോദിച്ചില്ലേ എത്രയാ ശ്രീധരൻ മൂസാ നബി അലൈഹിസ്സലാമിനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ സഫൂരിയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ഷുഹൈബ് നബി 28-ാം അധ്യായം സൂറത്ത് ഖസസ് 27-ാമത്തെ വചനം എന്റെ മകളെ എന്റെ 2 പെൺകുട്ടികൾ ഒരുവളെ 8 കൊല്ലം ഇല്ലെങ്കിൽ 10 കൊല്ലം സ്വമേധയാ ആടിനെ മേക്കുക എന്നത് നിബന്ധനയാക്കി അത് കൂലിയാക്കി മഹറാക്കി നിശ്ചയിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു നിനക്ക് വാങ്ങി കഴിച്ചു തരണോ കണ്ടോ അവിടെയും മഹറ തീർന്നില്ല 4-ാം അധ്യായം സൂറത്ത് നിസാ 4-ാമത്തെ വചനം 4-ാം അധ്യായം സൂറത്ത് നിസാ 34-ാമത്തെ വചനം 4-ാം അധ്യായം സൂറത്ത് നിസാ 29-ാമത്തെ വചനം മഹറിനെ പറ്റിയാ പറയുന്നത് തീർന്നില്ല സഹീഹ് മുസ്ലിം അബ്ദുല്ലാഹ് ഇബ്നു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ചോദിച്ചു എന്താ ഇത് ഒരു നല്ല സുഗന്ധം എന്താ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു ഒന്നുമില്ല റസൂലേ ഞാനൊരു അൻസാരി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ഉടനെ റസൂലുള്ളാഹിന്റെ ചോദ്യം സഹീഹ് മുസ്ലിം നേർക്ക് നേരെയുള്ള പരിഭാഷ പറയുന്നത് റസൂൽ ചോദിച്ചു ആട്ടെ നീ എന്താ മഹർ കൊടുത്ത് ഒരു കാരക്കക്കുരുവിന്റെ വലുപ്പത്തിൽ സ്വർണം ഇസ്ലാമിൽ അതേ ഉള്ളൂ അതുകൊണ്ട് ആലോചിക്കുക ബാപ്പ പറയുന്നു സ്ത്രീധനം വാങ്ങാൻ കൂട്ടുകാർ പറയുന്നു സ്ത്രീധനം വാങ്ങാൻ നാട്ടുകാർ പറയുന്നു സ്ത്രീധനം വാങ്ങാൻ ഉസ്താദ് നിക്കാഹ് ചെയ്തിരുന്നു പറയുന്നു സ്ത്രീധനം വാങ്ങിയാലും ഇവിടെയാണ് ഹുബ്ബുർ റസൂലും അള്ളാഹിനോടുള്ള സ്നേഹവും പ്രകടാകുക എന്താ പറഞ്ഞ് അന്റെ വാപ്പാനേക്കാൾ അന്റെ കുടുംബക്കാരേക്കാൾ അന്റെ സ്വത്തിനേക്കാൾ അന്റെ കച്ചവടത്തേക്കാൾ എന്റെ എന്ത് കാര്യം എടുക്കുണ്ടോ അതിനേക്കാളൊക്കെ അള്ളാന്റെ റസൂല് മഹറെ പഠിപ്പിച്ചിട്ടുള്ളൂ ഞാൻ സ്ത്രീധനം വാങ്ങൂല കാരണം ഞാൻ അള്ളാന്റെ റസൂലിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു നാവുകൊണ്ടല്ല അങ്ങനെ ആകാൻ കഴിഞ്ഞാൽ ഹുബ്ബുർ റസൂൽ ഇവിടെ പൂർണ്ണമായി ആ വിഷയത്തിൽ മനസ്സിലായോ ഇവിടെ നിന്റെ പേന്റ് എന്താടാ ബർമുട പോലെ നരിയാണിന്റെ മേലെ കയറി ഇന്നത്തെ കാലത്തുണ്ടോ ആരെങ്ങനെ എന്ന് കൂട്ടുകാരൻ നിനക്കിഷ്ടല്ല എനിക്കിഷ്ടല്ല എന്നാല് ഇതൊന്ന് താത്തി റഫ് ആൻഡ് ടഫ് ആക്കി ഓനാ റസൂലിനോട് സ്നേഹം അള്ളാന്റെ റസൂൽ ജീവിതത്തിൽ ഒരിക്കലും നരിയാണിയുടേതായ ഡ്രസ് കൊടുത്തിട്ടില്ല അത് ഉടുക്കാത്തവൻ നരിയാണിന്റെ മേലെ ഡ്രസ് ധരിക്കുന്നവൻ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി ആണ് പോയത് ഇതാ പോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീശ വെട്ടി ഒതുക്കി താടി ഇതുപോലെ നീട്ടി മുജാഹിദുകളും ഓർത്തോ ബാക്കിയുള്ളവരും ഓർത്തോ താടിക്ക് എത്ര നീട്ടം കൂടുന്നോ അത്ര ഹുബ്ബുർ റസൂലുണ്ട് താടിക്ക് എത്ര കുറയുന്നോ അത്ര ഹുബ്ബുർ റസൂലിനോട് കുറവാ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഹുബ്ബുർ റസൂൽ പറയുന്ന മുസ്ലിയാക്കന്മാർക്ക് ഇത് വളരെ കുറവാ ക്ഷമിക്കണം ഹക്ക് പറയാൻ ആരെയും പേടിക്കരുത് എന്ന് സഹാബികൾ അള്ളാന്റെ റസൂലിന് ബയ്യത്ത് ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം ഹക്ക് പറയാൻ ലോകത്തൊരാളെയും ഞങ്ങൾ പേടിക്കില്ല വലം യഖ്ശ ഇല്ലല്ലാഹ് അല്ലാഹനെ അല്ലാതെ
ഖുർആനിലെ 9-ാം അധ്യായം 18-ാമത്തെ വചനം. ശരി, ഒരായത്തിന്റെ ചെറിയൊരു വിശദീകരണം നൽകി. ഒരു ഭാഗത്ത് റസൂൽ ജീവിതത്തിൽ ഒരിക്കലും പുകവലിച്ചിട്ടില്ല. ഇല്ല, റസൂലിന് ഇഷ്ടല്ല. റസൂൽ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല. റസൂലിന് ഇഷ്ടല്ല. കൂട്ടുകാരെ വിളിക്കുക കല്യാണ ദിവസം, വലിയ വലിയ വീട്ടിൽ, വലിയ വലിയ മുസ്ലിങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കുന്നതിന്റെ തലേന്ന് പൊട്ടിക്കണം കുപ്പി. ഒരുപാടുണ്ടോ, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പലതും. അങ്ങനെ പൊട്ടൂല. ഒരു ഹുബ്ബുർ റസൂലുള്ളോൻ, എന്റെ റസൂല് വെറുത്ത ഒരു തുള്ളി കഴിച്ചാൽ എന്റെ റസൂലിന് ഇഷ്ടല്ല. എന്റെ റസൂലിന് ഇഷ്ടല്ല. മദ്യം തിന്മയുടെ മാതാവാണെന്ന എന്റെ റസൂല് വഹി അനുസരിച്ച് പറഞ്ഞതാ. തൊടില്ല ഞാൻ ഒരു തുള്ളി. അതാ ഹുബ്ബുർ റസൂൽ. ഇനി ഒന്നത് വിശദീകരിക്കണം. ഒരാള് എന്റെ ബാപ്പാനോട് എനിക്ക് ഭയങ്കര ഇഷ്ട. അതെന്താടാ? എന്റെ ബാപ്പ പറഞ്ഞ് ധിക്കരിച്ചിട്ടേ എനിക്ക് ശീലമുള്ളൂ. ആഹാ, ബാപ്പ പറഞ്ഞ മോനെ ഒരു തുള്ളി കുടിക്കരുത്. മകനോ ഒരു തുള്ളി കള്ളും പുറത്തു പോകാതെ കുടിക്കുകയും ചെയ്യും. എന്നിട്ടോ പറയുന്നത് എന്റെ ബാപ്പാനോട് ഭയങ്കര ഹുബ്ബാൻ. ഭാര്യന്റെ മോന്തക്കുറ്റിക്ക് എന്നും ടുട്ടു എന്നിങ്ങനെ പൊട്ടിക്കൂ. പറയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ട. എന്റെ ഭാര്യനോട് ഭയങ്കര സ്നേഹ. എന്താ? ഒന്നുമില്ല, 32 പല്ല് കൊഴിഞ്ഞിട്ടുണ്ട്, ഞാൻ അടിച്ചിട്ട്. ഇതാ സ്നേഹം. ഞങ്ങൾ പറയുന്നത് എന്താ അറിയോ മുജാഹിദുകളെ? സ്നേഹം, ഒരാൾക്ക് സ്നേഹം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താ അറിയോ? അനുസരണമുണ്ട് എന്നുള്ള. അനുസരണമാണ് സ്നേഹത്തിന്റെ മാനദണ്ഡം.